എൻ്റെ ജീവൻ പോകുന്നോടെ വരെ എൻ്റെ കുഞ്ഞെൻ്റെ കൂടെ വേണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞേ ഉള്ളൂ. എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുക്കുവോ? ഏത് നിയമവും കോടതിയും വന്ന് ഞാൻ കൊടുക്കത്തില്ല അവനെ. കണ്ടിട്ടുണ്ടോ ഇവരെ? ഇല്ല, ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. സ്വന്തം അമ്മയുടെ അടുത്തുനിന്ന് കുട്ടീനെ തട്ടിയെടുക്കുക തെളിവ് സഹിതം ഞാൻ അറിഞ്ഞ കാര്യമാണ്. നിയമപരമായിട്ട് കിട്ടാവുന്ന ഒന്നേ ഉള്ളൂ, അത് ആക്സിഡന്റിന്റെ ക്ലെയിം എന്ന് പറയും. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് എനിക്ക് കിട്ടാതിരിക്കാനും എൻ്റെ ഇളയ കുഞ്ഞിന് കിട്ടാതിരിക്കാനും പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടുകാർ നോക്കുന്നതെന്ന് ഞാൻ പ്രത്യക്ഷമായിട്ട് ഞാൻ പറയത്തില്ല, പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല കേട്ടോ. ഈ വ്ളോഗർ, ഈ നെഗറ്റീവ് എന്നെ പറയുന്ന ഈ വ്ളോഗർ, ഇവർ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. ഒരേ ഒരു ഭാര്യയേ ഉള്ളൂ സൂചിച്ചേണ്ട നിയമപരമായിട്ട്, അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ എന്ന രേണുസുതി മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് കിട്ടേണ്ട അവകാശം ആ ഒരു ക്ലെയിമിൽ എനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ രേണുസുതിക്ക് അത് കിട്ടിയിരിക്കും. ഇവരെന്ത് കളിച്ചാലും അത് കിട്ടിയിരിക്കും. അതേ ഉള്ളൂ സുധിച്ചേട്ടൻ ബാക്കി വെച്ചിട്ട് പോയ സാധനം. പിന്നെ എൻ്റെ കുഞ്ഞിനും ഉള്ളത് ഞാൻ കേട്ടായിരുന്നു. 80 ലക്ഷം രൂപ കിട്ടിയെന്നു, 79,000 രൂപ കിട്ടി, 69 രൂപയുടെ ബൈക്ക് മേടിച്ചു കൊടുത്തു സുധിച്ചേട്ടൻ്റെ മൂത്ത മകന്. ഇല്ലെന്ന് പറയട്ടെ, ബൈക്ക് മേടിച്ചു കൊടുത്ത പിന്നെ അറിയത്തില്ല. അവനെ കൂടെ കൂട്ടിയല്ലേ എടുത്തത് പൈസ. 79,000 രൂപ വന്ന് സുധിച്ചേട്ടൻ മരിച്ചതിന്റെ ഈ സഹായം ചെയ്ത് കിട്ടിയത്. വാവുട്ടെ, എന്റെ ഹൃദപ്പനെ നോക്കിക്കോണേടി വാവുട്ടെ. ഇതാണ് ലാസ്റ്റ് എന്നോട് ജീവനോടെ പറഞ്ഞ വാക്ക്. എന്റെ ഹൃദപ്പനെ നോക്കിക്കോണേടി വാവുട്ടെ. വാവുട്ടെ എന്ന് വിളിക്കുക, ഇത്രയും പറഞ്ഞു. ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ക്ഷമിക്കാൻ പറ്റിയ മനസ്സിൽ, മനുഷ്യത്വം എന്ന് പറയാം അതിന്, അല്ലെങ്കിൽ ദൈവികം എന്ന് പറയാം, വലിയൊരു മനസ്സിന്റെ ഉടമയായിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി. എന്നെ ഫോണിൽ വിളിക്കാറില്ല, എൻ്റെ വീട്ടുകാരെ വിളിച്ച് തിരക്കാറ്, ഞാനും വിളിക്കാറില്ല. ഞാനിപ്പോൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പം ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീ, അവര് ഇപ്പം എന്തെങ്കിലും ആൽബംസിലോ അല്ലെങ്കിൽ എന്തെങ്കിലോ കാര്യങ്ങളിലോ അഭിനയിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് അവരെ ചൂഷണം ചെയ്യാന്ന് ഞാൻ പറയുന്നില്ല, എന്തെങ്കിലും കിട്ടും. ഇപ്പൊ ഞാൻ പറയുന്ന ചേച്ചിക്ക് മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും, അവരിൽ നിന്ന് എന്തെങ്കിലും നേടാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാർ ഉണ്ടായിട്ടുണ്ടോ ലൈഫില്? അതായത് റീച്ചാണോ? റീച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത്, സെക്ഷലി യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക്. അതൊക്കെ ഇപ്പൊ ഇവിടെ നമുക്ക് അത് ഈ വിധവയെന്നല്ലല്ലോ, ഏതൊരു പെണ്ണിൻ്റെ അടുത്തും എന്താ പറയാ, അത് ഉണ്ട്. സമൂഹത്തിന് ഒരു നെഗറ്റീവ് വശം ഉണ്ട്. ഒരു ഭർത്താവില്ലാത്ത, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയെങ്കിലും വിഭാര്യയായിട്ട്, അങ്ങനല്ലേ പറയുന്നത്, ഭർത്താവില്ലാത്ത, വേണ്ട ഭർത്താവ് ഉണ്ടായിട്ട് പുറത്തു പോകുന്നവരോട് ചോദിക്കുന്നില്ലേ, ഗൾഫിലുള്ളവരോട് ചോദിക്കുന്നില്ലേ, ഒക്കെ ഉണ്ടാകാറുണ്ട്. അത് ഇല്ലെന്ന് ഞാൻ പറഞ്ഞ അത് വെറും കള്ളത്തരമാണ്. അങ്ങനെയുള്ള ചൂഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ മേഖലയെന്നല്ല ഞാൻ പറഞ്ഞ, പൊതുവായിട്ട് പറഞ്ഞതാണ്. ഒരു മേഖലയിലും ഞാൻ പറയുന്നില്ല, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ടായിട്ടുണ്ട്. പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും തരണം ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ തന്നെ നിൽക്കുന്നത്, പല പ്രതിസന്ധികളും തരണം ചെയ്തിട്ട് തന്നെ. അതൊരു സമൂഹത്തിൻ്റെ ഒരു ഇതാണ്. ഭർത്താവില്ലെങ്കിൽ അവരെ അങ്ങനെ സംസാരിച്ച് അങ്ങനെ വീഴും, അല്ലെ അങ്ങനെ അവരുടെ മനസ്സ് മുഴുവൻ ഇനി അങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരു സമൂഹത്തിൻ്റെ ഒരു തെറ്റായ ചിന്തയാണത്. എല്ലാവരും അങ്ങനെ അല്ല. അങ്ങനെയുള്ളവരാണ് മക്കളെയും കൊന്നിട്ട് പിന്നെ കാമുകന്മാരോടെ പോകുന്നത്, ഇതൊന്നും സഹിക്കാൻ പറ്റാതെ പോകുന്നതും. അങ്ങനെ തന്നെ പറയാം, പച്ചയ്ക്ക് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാതെ ഈ പോകുന്നതും. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോഴും ഈ ഒരു കാര്യമായിരുന്നു ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത്. വേറെ ഒരു രീതിയിലാണ് രേണുസുതി പോകുന്നത്, അങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്. രേണുസുതി അല്ലല്ലോ സബ്സ്ക്രിപ്ഷൻ ആദ്യം തുടങ്ങിയത്, രേണുസുതി മാത്രമേ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. എനിക്കൊന്ന് ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോഴാണ് സബ്സ്ക്രിപ്ഷൻ എന്താന്നുള്ളൊരു സംഭവം ഇങ്ങനെ പിന്നെ ആദ്യം ഒരു ഇച്ചിരി ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരുന്നു, കുറച്ചുകൂടി സബ്സ്ക്രിപ്ഷൻ ഇങ്ങനെ പറയാൻ തുടങ്ങി. കാരണം എന്റെ സബ്സ്ക്രിപ്ഷൻ ആരും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, എല്ലാം പുറത്തായിരുന്നു. സ്ക്രീൻഷോട്ട് എടുക്കുക, അത് പുറത്ത് വിടുക, ബ്ലോഗർമാർ. അവർക്കത് വലിയ സംഭവമല്ലേ. രേണുസുതിയുടെ വീഡിയോ ലീക്കായി എന്നൊക്കെ പറഞ്ഞായിരുന്നു വന്നത്. ഒരു ലിപ്പിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ രേണുസുതി കാണിക്കുന്നത് കണ്ടോ എന്നുള്ള രീതിയിലൊക്കെ. ഇതെപ്പോഴെങ്കിലും ചേച്ചിക്ക് വിനയായിട്ട് വരും എന്നുള്ളത് ചേച്ചി എപ്പോഴെങ്കിലും? ഞാൻ പറയട്ടെ, ഇത് തുടങ്ങിയപ്പോ തന്നെ എനിക്കറിയാലോ, ഇത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോ തന്നെ എനിക്കറിയാലോ ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്ന്. അടിവസ്ത്രം ഇട്ടുകൊണ്ട് മീൻ വെട്ടുന്നവർക്ക് ലൈക്ക്. ഞാൻ അവരെയും കുറ്റപ്പെടുത്തല്ല, അവരുടെ ഇഷ്ടമായിക്കോട്ടെ, അവര് തുണി ഉടുക്കാതെ മീൻ വെട്ടുന്നു കണ്ടിട്ടുണ്ടോ? അങ്ങനെയല്ല, നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കറിയാം. അടിവസ്ത്രം ഇട്ട് മീൻ വെട്ടുന്നവർക്ക് ചേച്ചി അക്ക ഉയിര്, അല്ലെങ്കിൽ ചേച്ചി മറ്റേത് മറിച്ചത്, അവർക്ക് ലൈക്കും ലവും
രേണുസുതി രേണുസുതി നാക്ക് ഇങ്ങനെ വെച്ചേര്. രേണുസുതിക്ക് ഇതാന്ന് എനിക്ക് അറിയാമായിരുന്നു, അറിഞ്ഞിട്ട് തന്നെയാണ്. അത് വലിയ സംഭവമായില്ലേ, ഞാൻ ഫേമസ് ആവുമല്ലായിരുന്നു പിന്നെ പിന്നെ എൽദോ സിനിമയിലെടുത്ത പോലെ തന്നെ. ഇതൊക്കെ കൂളായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് വരുന്ന ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. എന്ത് ടെൻഷൻ, ഇതിലപ്പുറം ഇനി എന്ത്? തീ കൂടെ കടന്നവര് വെയിലത്ത് വാടത്തില്ലെന്നോ അങ്ങനെ എന്തോ സംതിങ് ഇല്ലേ? ഇപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നത്? ക്യാൻസർ അല്ലേ? 3ാമത്തെ കീമോ കഴിഞ്ഞൊരു വ്യക്തി, ആ ഒരു പേഷ്യന്റ് ആണോ ഇങ്ങനെ സംസാരിക്കാൻ തോന്നുവോ? 3ാമത്തെ കീമോ കഴിഞ്ഞ് ഈ സാധനം ഹാർട്ടിലോട്ട് ഇട്ടേക്കുന്നത്, ഇത് ചുമ്മാ തൊടുത്ത് വെച്ചേക്കുന്നതല്ല, എന്നിട്ട് പോലും സംസാരിക്കുന്നില്ലേ? അപ്പൊ എൻ്റെ മനസ്സിന്റെ കട്ടി ഒന്ന് ആലോചിച്ച് ചോദിക്കൂ. പക്ഷെ പലപ്പോഴും ഞാൻ പോകാറുണ്ട്, ഈ ഉള്ളു പെടഞ്ഞു പോകാറുണ്ട്. അത് ആരെയും അറിയിക്കാറില്ല, ആരും കാണുന്നില്ല. ചില രാത്രി ആരും ഇല്ല നമുക്ക്. ഭർത്താവ് ഉണ്ടെങ്കിൽ അയാളോട് പറയാൻ, അദ്ദേഹത്തോട് പറയായിരുന്നു, ചേട്ടാ എനിക്ക് വയ്യ ചേട്ടാ. ആരോട് പറയാനാ? ഒരു പരിധിയില്ലേ ആൾക്കാരോട് പറയുന്നതിന്? ആര് കേൾക്കും നമ്മളെ പറ്റി? ഇപ്പോ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു ക്യാപ്ഷനും കൂടെ ഇതുപോലെ വന്ന് നടക്കുന്നുണ്ടായിരുന്നു. തമ്നെയിലുകളുടെ ഘോഷയാത്രയാണല്ലോ ചേച്ചിയുടെ കാര്യം പറഞ്ഞിട്ട്. 2020 കള്ളബില്ല് കാണിച്ചിട്ട് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ തമ്നെയിലും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. എല്ലാരും തമ്നെയിൽ കണ്ടിട്ടാ നോക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തോ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആളുകൾ പറയുന്നത്. ആ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശ്രദ്ധയിലൊക്കെ പെട്ടിരിക്കുന്നവർ ശ്രദ്ധയിൽപ്പെട്ടിട്ട് എന്നാ കാര്യം? എല്ലാം പെട്ട്. നമ്മളത് ട്രിവാൻഡ്രത്തിൽ എന്നാ മേടിക്കുന്നത് ആ മെഡിസിൻ? ഞാൻ പറഞ്ഞില്ല, ആന്റിബോഡി, ആ 2 ലക്ഷം രൂപയുടെ സാധനം. അതാ ഞാൻ പറഞ്ഞത്, അതിന് വരെ ഈ രേണുസുതി ചെയ്താലേ ഉള്ളു പ്രശ്നം. അതാ ഞാൻ പറഞ്ഞത്, അത് അവിടെ ചെന്ന് അന്വേഷിച്ചവര്, ഈ പറഞ്ഞവര്, ഈ വ്ളോഗർമാര് ആ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ചെന്ന് ഫാർമസി ചെന്ന് അവർ അന്വേഷിച്ചു. അപ്പോഴാണ് സത്യം ബോധ്യപ്പെട്ടത്. എന്ത് ചെയ്യാനാ? നമ്മൾ എത്രത്തോളം സത്യങ്ങൾ പറഞ്ഞാലും ഇതിനകത്ത് നെഗറ്റീവ് കാണുന്നവരേ ഉള്ളൂ. അവർക്ക് റീച്ചാണ് വേണ്ടത്. വളർത്തുമകൻ വരെ നെഗറ്റീവ് അടിച്ചല്ലേ റീച്ച് ആയി. പിന്നെ അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നല്ലത് പറഞ്ഞാൽ അവൻ റീച്ച് ആകത്തില്ല. അപ്പൊ അമ്മേനെ 2 നെഗറ്റീവ് പറയാം. ഇപ്പോ ബിഷപ്പാണെങ്കിലും അദ്ദേഹം ആ ഒരു സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ ഒരു വിവരം അറിഞ്ഞ് ക്യാൻസർ ആണ് എന്നുള്ളൊരു വിവരം അറിഞ്ഞതിന് ശേഷം ഇവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ആശ്വാസം തന്നെയായിരുന്നില്ലേ? തീർച്ചയായിട്ടും. അതിനെല്ലാം ഞാൻ പറഞ്ഞു, അതായത് അദ്ദേഹം ദൈവ പുരുഷനാണെന്ന് ഞാൻ പറയാൻ കാരണം അതല്ലേ. എന്തുവാകട്ടെ, എന്നെപ്പറ്റി ഞാൻ പറഞ്ഞില്ലേ, ശീതയുദ്ധം തന്നെയായിരുന്നു. അദ്ദേഹം ഒന്ന് പറയുന്നു, ഞാൻ അടുത്ത ഇപ്പുറത്തുനിന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾ ഇന്നീ നിമിഷം വരെ, തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്, ഹട്ടിൽ ആയിരുന്നു, ഇപ്പം ഇവിടെ ഇല്ല, നേരിട്ട് കണ്ടിട്ട് ഇന്നീ നിമിഷം വരെ മാറാൻ എന്നോടും പറഞ്ഞില്ല, ഞാനും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തോട്. അപ്പം സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ തമ്മിൽ തല്ലിക്കാൻ ആളുകളുണ്ടായിരുന്നെന്ന്. ഈ വ്ളോഗർമാർ തന്നെ തമ്മിൽ തല്ലി തെറ്റിക്കാന്നല്ലേ പറയാം. അവർ ആസ്വദിക്കുമായിരുന്നു, അവർ റീച്ച് ഉണ്ടാക്കുമായിരുന്നു. ഇത് ഇദ്ദേഹം അറിയുന്നില്ല, ഞാനും അറിയുന്നില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറയുന്നു, അദ്ദേഹം ഒന്ന് പറയുന്നു, ഞാൻ 2 അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് പറയുന്നു. പക്ഷേ എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ, എൻ്റെ വീട്ടുകാർ ചെന്ന് പറഞ്ഞപ്പോൾ, അദ്ദേഹം ക്ഷമിക്കാൻ പറ്റിയ മനസ്സില്ല. അത് മനുഷ്യത്വം എന്ന് പറയാം അതിന്, അല്ലെങ്കിൽ ദൈവികമെന്ന് പറയാം. വലിയൊരു മനസ്സിൻ്റെ ഉടമയായിട്ട് തന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നു. അദ്ദേഹം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി. എന്നെ ഫോണിൽ വിളിക്കാറില്ല, എൻ്റെ വീട്ടുകാരെ വിളിച്ച് തിരക്കാറ്, ഞാനും വിളിക്കാറില്ല. അതന്ന് ആ ഫോൺ കോളുകൾ നിർത്തിയതാണ്. ഇന്ന് നിമിഷം വരെ ഇത്രയും മിണ്ടിയല്ലോ, പക്ഷെ ഞാൻ ഫോണിൽ വിളിക്കാറില്ല, അദ്ദേഹം എന്നെ വിളിക്കാറില്ല. പക്ഷെ നേരിട്ട് വന്ന് എന്നോട് സംസാരിക്കാൻ, രേണു കുറവുണ്ടോ, കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനും ഇങ്ങനെ വന്ന അങ്ങനെ അറിയാവുന്നവരാരും കുറ്റപ്പെടുത്തത്തില്ല. ഇപ്പം രേണു ചേച്ചിയുടെ കൂടെ നിൽക്കുന്നത്, അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോഴും ഇപ്പൊ ബിഷപ്പിനും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും, ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ വീട്ടുകാരിൽ നിന്നും വരെ വേണ്ട എന്ന് പറഞ്ഞിട്ട് വരുമായിരിക്കാം. അതിന് ചേച്ചി എങ്ങനെയാ നോക്കിക്കാണുന്നത്? ഞാൻ അദ്ദേഹത്തോട് എന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ അനുഭവിച്ച ആ ഒരു ക്യാൻസർ രോഗം അദ്ദേഹം കണ്ടതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ അച്ഛനെ അദ്ദേഹം നോക്കിയത് കൊണ്ടുമാണ് അദ്ദേഹത്തിന് എനിക്ക് ആ ഒരു അവസ്ഥ വന്നപ്പം അദ്ദേഹം എല്ലാം മറന്നത്. ഞാൻ അദ്ദേഹത്തോട് ക്ഷമ പറഞ്ഞു, അദ്ദേഹം എന്നോട് ക്ഷമിച്ചു, എല്ലാം കൊണ്ടും. അതാണ് ഒരു ദൈവിക പുരുഷൻ്റെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ കുപ്പായം ഇട്ട അതിന് എന്തർത്ഥം? അപ്പോൾ ആ കുപ്പായത്തിന് അദ്ദേഹം പൂർണ്ണമായിട്ടും അർത്ഥം കൽപ്പിച്ചു. അതാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി? ആര് ചിലപ്പോൾ എതിർത്ത് കാണും, വീട്ടുകാർ എതിർത്ത് കാണും, കൂട്ടുകാർ എതിർത്ത് കാണും. അതൊക്കെ പിന്നീട് വന്നല്ലോ, പണ്ട് പറഞ്ഞു തന്നെ വ്ളോഗേഴ്സ് എടുത്തിടുന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞു, അത് പണ്ടാണ്. പക്ഷെ അദ്ദേഹം എന്നോട് ക്ഷമിച്ച സ്ഥിതിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനിയിപ്പം നാളെ ഇനി ക്യാൻസർ ഞാൻ വന്ന എങ്ങനെയായി തീരുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാം മനുഷ്യരാണ്. ഞാൻ അദ്ദേഹത്തെ അല്ല പറഞ്ഞത് കേട്ടോ, ഒരിക്കലും അദ്ദേഹത്തെ പറയുന്നതല്ല.
മനുഷ്യരാണ്. പക്ഷേ എങ്കിൽ പോലും രേണുസുധീന് ആ ദൈവപുരുഷനൊന്നും പറയില്ല. അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. പല കാര്യങ്ങളും എൻ്റെ കിടക്കെ കിടന്നുകൊണ്ട് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ജീവൻ തന്ന അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഈ പലരും കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിനെതിരെ ഒരു നിയമപരമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് ചേച്ചി അങ്ങനെ കാര്യമായിട്ട് ചെയ്യാറില്ല. ഇപ്പൊ എനിക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് അതിൽ വ്ളോഗ്സിനെതിരെ ഒരു FIR ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എത്ര നാൾ മുന്നേ ചെയ്തതാണെന്നറിയോ? അതെന്റെ വീട്ടുകാർ തന്നെ ചെയ്തതാണ്. ഞാനൊന്നും വേറെ കണ്ടന്റ് ഇല്ലല്ലോ അവനൊന്നും. അങ്ങനെ തന്നെ പറയാം. അവന് വേറെ എന്നാ കണ്ടന്റ് ഉള്ളത്? അവന് വല്ല കണ്ടന്റ് ഉണ്ടോ? അവന് വേറെ കണ്ടന്റ് ഇല്ല. അവന് രേണുസുധി 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 ഇപ്പോഴും രേണുസുധി. ഇനി ഇത് കഴിയുമ്പോൾ കണ്ടോണ്ട് ചാകരയായിരിക്കും കണ്ടന്റ് ഓളികൾക്ക് രേണുസുധി. ചാകര എടുത്തിട്ടോണോ എല്ലാണോ തമ്പലനും എന്താ തമ്പലയിനോ അതന്നെ ആ സാധനമൊക്കെ എടുത്തിട്ടോണോന്ന് പറഞ്ഞത്. പുതിയ സാധനം അവർക്ക് കണ്ടന്റ് ഉണ്ടാവട്ടെ. ഉണ്ടാവട്ടെ. ഞാൻ കുറച്ചു നാളെ കിടന്നപ്പോ കണ്ടന്റ് ഇല്ലാതിരിക്കുന്നു. ഇപ്പോ ഋതപ്പന്റെ കാര്യം പറഞ്ഞാലേ, ഇപ്പോ ഋതപ്പനെ ആരോ തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു പുറത്തേക്ക്. അതിന്റെ അതെന്താ? എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാം, എനിക്ക് എൻ്റെ ഋതപ്പം മാത്രമേ ഉള്ളൂ. ഞാനത് അറിഞ്ഞ കാര്യമാണ് എൻ്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ. ഞാനത് വെറുതെ ഒന്നും പറയത്തില്ല. വിശ്വസ്തനായ ഒരാൾ വേറൊരാളോട് പറഞ്ഞിട്ട് ആരാന്നൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ അറിഞ്ഞതാണ്. രേണുസുധി ക്യാൻസർ വന്ന് എന്തായാലും ഉറപ്പാണ് മരിക്കും. അപ്പം അവനെ നോക്കണം. അവനെ അവിടെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് കൊണ്ടുപോകണം. ആരാ പറഞ്ഞെന്നറിയോ ഈ നോക്കാൻ വന്നു? എനിക്കെതിരെ ഒരു സ്ത്രീ ഇല്ലായിരുന്നു നെഗറ്റീവ് പറഞ്ഞത്, നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞു. അവളാണ് എൻ്റെ വളർത്തു മകനുമായിട്ട് ചേർന്ന് ഇത് ഒപ്പിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. അവര് വളർത്തുവോ കുഞ്ഞിനെ? എനിക്കറിയില്ല. അവരാണ് ഇതിന് മുൻകൂട്ടി. അവള് ചാകുമല്ലോ, രേണുസുധി മരിക്കും. എൻ്റെ മോനെ തട്ടിയെടുക്കാൻ നോക്കിയത്, പക്ഷെ നടക്കത്തില്ല. എൻ്റെ ജീവൻ പോകുന്നോടെ വരെ എൻ്റെ കുഞ്ഞെൻ്റെ കൂടെ വേണം. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞേ ഉള്ളൂ. അവൻ അതല്ലേ ചേച്ചി എന്താ പറയണേ? എന്താ വെച്ചാ ആ സ്ത്രീയാണ് ഇതിന് മുൻകൂട്ടി നിന്നത് മോളെ. ആ സ്ത്രീയാണ്. ഞാൻ ചോദിക്കുന്നത്, അവരും നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. അതല്ലേ അവരെന്നാ കുടുംബത്തിൽ എൻ്റെ ഭർത്ത വീട്ടിൽ കാലുകുത്തിയോ അന്നാണ് ഈ ഇതെല്ലാം തകിടം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് എന്തിന്? എനിക്കറിയില്ല. എന്നെ തകർക്കണം. ഞാൻ മരിക്കുമല്ലോ. ക്യാൻസർ വന്നില്ല, ഞാൻ മരിക്കുമല്ലോ. അപ്പൊ കുഞ്ഞിനെ നോക്കണ്ടേ? അപ്പൊ കുഞ്ഞിനെ തട്ടിയെടുക്കണം. അതാണ് അവൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ശിക്ഷ. അല്ല അവൾ അതോടുകൂടി തീർന്നെന്ന്. എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുക്കുവോ? ഏത് നിയമവും കോടതിയും വന്ന് ഞാൻ കൊടുക്കത്തില്ല അവനെ. ചേച്ചി എപ്പോഴും ഇവരെ കണ്ടിട്ടുണ്ടോ? ഇവരെ ഇല്ല. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. ഇവരാരും ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല. കുട്ടിയുടെ കാര്യത്തിൽ സ്വന്തം അമ്മയുടെ അടുത്തുനിന്ന് കുട്ടീനെ തട്ടിയെടുക്കുക ഇന്ന് വെള്ളരിക്കപ്പെടണോ? അറിയില്ല. അവര് അങ്ങനെ ഒരു നീക്കം, അത് ഞാൻ ശരിക്കും വ്യക്തമായിട്ട് തെളിവ് സഹിതം ഞാൻ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. തെളിവ് സഹിതം ഞാൻ അറിഞ്ഞ കാര്യമാണ്. എന്ത് വന്നാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുക്കത്തില്ല ആർക്കും. എന്ത് വന്നാലും ഞാൻ കൊടുക്കത്തില്ല. അവരത് തട്ടിയെടുക്കാൻ നോക്കി. കാരണം ഞാൻ മരിച്ചു പോവല്ലോ. അപ്പൊ കുഞ്ഞിന്റെ ചേട്ടനെ ഏൽപ്പിക്കണം. പിന്നെ ഞാനുമായിട്ടൊരു ബന്ധവും കാണരുത്. ചേട്ടൻ നോക്കുമായിരിക്കും. ഇപ്പോഴും നോക്കുന്നുണ്ടല്ലോ. അല്ല, നോക്കുന്നുണ്ടല്ലോ. അപ്പൊ ആരാ നോക്കുന്ന കുഞ്ഞിനെ? എൻ്റെ വീട്ടുകാർ. ഇതാ ഞാൻ പറഞ്ഞത്. ഈ ഋതപ്പൻ ഇനി മുന്നോട്ട് എങ്ങനെ പോകുന്ന? ഇനിയിപ്പോ നാളെ കിച്ചുവിന്റെ അടുത്തേക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ അവര് തമ്മിൽ ഒരു ബന്ധം വരികയാണ് എന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് പേടിയുണ്ടോ? ഇല്ല, ഞാൻ എതിർക്കത്തില്ല. ഒരപ്പൻ്റെ മക്കളാണ് അല്ലേ? എതിർക്കത്തില്ല. പക്ഷെ ഞാനായിട്ട് അങ്ങനെ എതിർപ്പും പറയത്തില്ല, അല്ലെങ്കിൽ നീ പോണോന്നും പറയത്തില്ല പറഞ്ഞു. പക്ഷെ അത് അവർക്കാണ് തോന്നേണ്ടത്. ഈ കുഞ്ഞിനല്ല തോന്നേണ്ടത്. ഇത് 7 വയസ്സാകുന്നതേ ഉള്ളൂ. അവർക്കാണ് തോന്നേണ്ടത്. എനിക്കൊരു മോളുള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ ശരിക്കും കണക്റ്റ് ആവും. ഞാൻ പറയുകയാണെങ്കിൽ ചേച്ചി ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എന്താ പറയാ. ഞാൻ ഒന്ന് വന്ന് ഹഗ് ചെയ്തട്ടെ. കുറെ നാളുകളായിട്ട് വിചാരിച്ചാണ്, പക്ഷെ
ഈ സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം സുധിച്ചേട്ടൻ്റെ സ്വത്തും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതേ ചൊല്ലിയിട്ട് അവരുടെ വീട്ടുകാരും ആൾക്കാരൊക്കെ ആയിട്ട് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നോ? സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം സുധിച്ചേട്ടൻ എനിക്ക് ചിരി വന്ന വേറൊന്നുമല്ല. സുധിച്ചേട്ടൻ്റെ സ്വത്ത് എന്നായിരുന്നറിയോ? ഒരു പൊട്ടിയ വാച്ചും ഒരു പൊട്ടിയ ഫോണും ഒരു കീറിയ ജുബായും. ഇതാണോ സുധിച്ചേട്ടൻ്റെ സ്വത്ത്? എന്തുണ്ടാക്കിയതാ? സുധിച്ചേട്ടൻ ഒന്നും ഉണ്ടാക്കിയിട്ടല്ല പോയത്. സുധിച്ചേട്ടൻ ഉള്ള സമയത്ത് ഞാനില്ലായിരുന്നു. സാമ്പത്തികം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, അന്നൊന്നും ഞാനില്ലായിരുന്നു. അന്ന് കൊണ്ടുപോകേണ്ടവരെല്ലാം കൊണ്ടുപോയി സ്വത്തും അല്ലെങ്കിൽ പൈസ. സ്വത്തെന്ന് പറഞ്ഞാൽ പൈസ. സുധിച്ചേട്ടൻ ഒന്നും ഉണ്ടാക്കിയിട്ടല്ലേ പോയി. അദ്ദേഹം മരിച്ചപ്പം തന്നത് ഈ 2 പിള്ളേരെ ഒരു പൊട്ടിയ വാച്ചും ഒരു ഷൂ ആണ്ട് അവിടെ ആ അപകട സ്ഥലത്ത് ഒരെണ്ണം കിടന്നു, ഒരു ചെരുപ്പ്, ഒരു ബ്ലഡ് പിടിച്ചൊരു ബാഗുമാണ്. അതാണോ സ്വത്ത്? പിന്നെ ആകെ കിട്ടാവുന്നത് നിയമപരമായിട്ട് കിട്ടാവുന്ന ഒന്നേ ഉള്ളൂ, അത് ആക്സിഡൻറ്റിൻ്റെ ക്ലെയിം എന്ന് പറയും. അതാണ് അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് കിട്ടാതിരിക്കാനും എൻ്റെ ഇളയ കുഞ്ഞിന് കിട്ടാതിരിക്കാനും പഠിച്ച പണി 18 നോക്കുന്നുണ്ട് ഞാൻ. ഇദ്ദേഹത്തിന്റെ വീട്ടുകാർ നോക്കുന്നതെന്ന് ഞാൻ പ്രത്യക്ഷമായിട്ട് ഞാൻ പറയത്തില്ല, പറഞ്ഞിട്ടുമില്ല, പറയത്തുമില്ല കേട്ടോ. ഈ വ്ളോഗർ, ഈ നെഗറ്റീവ് എന്നെ പറയുന്ന ഈ വ്ളോഗർ, ഇവർ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ ഈ ഈ വൃത്തികെട്ട സ്ത്രീ എനിക്കും എൻ്റെ കുഞ്ഞിനും ഇത് കിട്ടരുത്. എല്ലാം സുധിച്ചേട്ടൻ്റെ മൂത്ത മകനും സുധിച്ചേട്ടൻ്റെ അമ്മയ്ക്കും ഈ സ്ത്രീ നോക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇവർ ഞാൻ നിയമപരമായിട്ട് ഒരേ ഒരു ഭാര്യയേ ഉള്ളൂ സുധിച്ചേട്ടൻ നിയമപരമായിട്ട് കല്യാണം കഴിച്ചാൽ. നമ്മൾ നിയമപരമെന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഈ സുധിയുടെ വൈഫ് ഒരേ ഒരാളേ ഉള്ളൂ, രേണു സുധി, അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ എന്ന രേണു സുധി മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് കിട്ടേണ്ട അവകാശം ആ ഒരു ക്ലെയിമിൽ എനിക്ക് കിട്ടാനുള്ളതാണെങ്കിൽ രേണു സുധിക്ക് അത് കിട്ടിയിരിക്കും. ഇവരെന്ത് കളിച്ചാലും അത് കിട്ടിയിരിക്കും. അതേ ഉള്ളൂ സുധിച്ചേട്ടൻ ബാക്കി വെച്ചിട്ട് പോയ സാധനം. പിന്നെ എൻ്റെ കുഞ്ഞിനും ഉള്ളത് അവരുടെ എൻ്റെ വളർത്തുമകൻ അല്ലെങ്കിൽ രാഹുൽദാസ്, സുധിച്ചേട്ടൻ്റെ മൂത്തമകൻ രാഹുൽദാസിനും സുധിച്ചേട്ടൻ്റെ ജനിപ്പിച്ച അമ്മയ്ക്കും ഈ ഇളയ കുഞ്ഞിനും എനിക്കും. ഈ ഇളയ കുഞ്ഞിൻ്റെ എൻ്റെ കയ്യിൽ തരത്തുമില്ല, ആരുടെ കയ്യിലും കൊടുക്കത്തില്ല. അതിന് 7 വയസ്സേ ഉള്ളൂ, മൈനറാണ്. അതിന് 18 വയസ്സാകുമ്പോൾ എടുക്കത്തക്ക രീതിയിൽ അത് ഗവൺമെന്റിന്റെ കയ്യിൽ തന്നെ കാണും ചിലപ്പോൾ. എനിക്കറിയില്ല, അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയില്ല. അത് ഫിക്സഡ് ആയിട്ട് അത് കിടക്കും. അത് അവന് 18 വയസ്സാകുമ്പോൾ അവന് പഠിക്കാനായിട്ടുള്ളത്. എനിക്ക് ടെൻഷൻ വേണ്ട അവൻ്റെ കാര്യം. സുധിച്ചേട്ടൻ അങ്ങനെ ഒരു കാര്യം തന്നിട്ടാ പോയത്. അത് എനിക്ക് അവകാശമുള്ളത് എനിക്ക് കിട്ടിയിരിക്കും. അതെന്ത് വന്നാലും കിട്ടും. അതിന്റെ പേരിൽ ആരും അല്ലാതെ സുധിച്ചേട്ടൻ ഒരു സ്വത്തും ഉണ്ടാക്കിയിട്ട് പോയ ആളല്ല. പോയപ്പോൾ ഉണ്ടാക്കിയതാണ് 2 കീറിയ പൊട്ടിയ ചെരുപ്പും ഒരു പൊട്ടിയ വാച്ചും ബ്ലഡ് പറ്റിയ ഒരു ജുബായും കീറിയ ജുബായും. ഈ സുധിച്ചേട്ടന്റെ മരണശേഷം കിട്ടിയിട്ടുള്ള തുകകളുടെ അല്ലെങ്കിൽ സഹായങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിടണം എന്ന് പറയുമ്പോ അതിന്റെ ആവശ്യമുണ്ടോ? എന്തിന്? സുധിച്ചേട്ടൻ മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഒരുപാട് പേര് 100 200 ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. സുധിച്ചേട്ടൻ്റെ അക്കൗണ്ടിൽ 200 300 100 വെച്ചിട്ടാണ് തരുന്നത്. അത് ഞാൻ പറഞ്ഞല്ല, ഒരു ചാനൽ അന്ന് നമ്മുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തുകൊണ്ട് വന്നതാണ്. അന്ന് കിട്ടി 79. പിറ്റേ ദിവസം ഞാനത് ഒരു മീഡിയക്കാരനും ഉണ്ടായിരുന്നു, ഏത് ചാനലാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു മീഡിയയിലെ അദ്ദേഹവും ഈ സുധിച്ചേട്ടൻ്റെ മൂത്ത മകനും ഞാനും എൻ്റെ വീട്ടിലെ ചേച്ചിയും ചേട്ടനും കൂടി ബാങ്കിൽ പോയി എടുത്ത്, ഞാൻ ഇപ്പം പറയാം, കണക്ക് പറയാം, 79,000 രൂപ കിട്ടി. അതിന് 79,000 രൂപ അന്ന് സുധിച്ചേട്ടൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അതെടുത്ത് 69 രൂപയ്ക്ക് ആ മൂത്ത മകന് എൻ്റെ രാഹുൽദാസിന് ബൈക്ക് മേടിച്ചു കൊടുത്തു ഞങ്ങൾ. അവന് അതെന്താണെന്നോ അന്ന് മേടിച്ചു കൊടുത്തത് ആ ബൈക്ക്. ഇല്ലെന്ന് പറയട്ടെ, രാഹുൽദാസ് പറയട്ടെ കിട്ടിയിട്ടില്ലെന്ന് ബൈക്ക്. ഒരു മഞ്ഞ കളറിലെ ബൈക്ക്, എനിക്ക് അതിന്റെ പേരൊന്നും അറിയത്തില്ല. ഞങ്ങളും കൂടെ ചെന്നാ മേടിച്ചു കൊടുത്തത്, ഒരു സെക്കൻഡ് ബൈക്ക് മേടിച്ചു കൊടുത്തത്. എന്തിനാന്ന് അങ്ങനെ മേടിച്ചു കൊടുത്ത? ആ പൈസ ഇല്ലാത്തോടത്ത് ഈ പൈസ ഈ സുധിച്ചേട്ടൻ മരിച്ച 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോണിലൊരു വോയിസ് കൊണ്ട് രാഹുൽ കൊണ്ട് കാണിച്ചു തരുക. അമ്മ ഇത് കേട്ടോ. ഞാൻ എന്താടാ? അച്ഛൻ്റെ ഒരു വോയിസാ. മക്കളെ, ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, അത് CC-ക്കാർ കൊണ്ടുപോയി. അച്ഛയെ മക്കൾക്ക് 2-ാം തീയതി ബൈക്ക് മേടിച്ചു തരാം കേട്ടോ, അച്ഛക്ക് സാലറി കിട്ടിയ ഉടനെ. ഇത് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചേട്ടൻ മരിച്ചുപോയി. അപ്പം ഈ വോയിസ് എന്നെ കേൾപ്പിക്കുന്നത്. എനിക്ക് ദണ്ണം വരുമോ? ഞാൻ വിഷമിച്ചു ഒത്തിരി. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ എൻ്റെ ചേച്ചി ഈ പൈസ എന്ന് സുധിച്ചേട്ടൻ്റെ പേര് കിട്ടിയ പൈസ ഒന്നും നമുക്ക് എടുക്കണ്ട. ആ കുഞ്ഞിന്, മൂത്ത മോന്, അവന് നമുക്ക് ബൈക്ക് മേടിച്ചു കൊടുക്കും. ഇവനും കൂടെ ഉണ്ടായിരുന്നല്ലോ. ചെന്ന് ഇവിടെ അടുത്ത് ചങ്ങനാശ്ശേരി ഭാഗത്തൊരു ഡോക്ടർ പഠിക്കുന്ന ഒരാളാണ്. ആളുടെ കയ്യിൽ നിന്ന് സെക്കൻഡ് ബൈക്ക് മേടിച്ചു കൊടുത്തു. അതാണോ കണക്ക് ബോധിപ്പിക്കേണ്ടത് ഇവരെ? പിന്നെ എന്നാ കണക്കാ ബോധിപ്പിക്കണ്ടേ? ഞാൻ കേട്ടായിരുന്നു 80 ലക്ഷം രൂപ കിട്ടിയെന്ന്. 79,000 രൂപ കിട്ടി, 69 രൂപയുടെ ബൈക്ക് മേടിച്ചു കൊടുത്ത് സുധിച്ചേട്ടൻ്റെ മൂത്ത മകന്. ഇല്ലെന്ന് പറയട്ടെ, ബൈക്ക് മേടിച്ചു കൊടുത്ത പിന്നെ അറിയത്തില്ല. അവനെ കൂടെ കൂട്ടിയല്ലേ എടുത്തത് പൈസ.
79 രൂപ എടുത്ത് 79,000 രൂപ വന്ന് സുചേട്ടൻ മരിച്ചതിന്റെ ഈ സഹായം ചെയ്ത് കിട്ടിയത്. ഫ്യൂണറിനൊക്കെ നമ്മുടെ ഫ്ലവേഴ്സ് അല്ലാതെ 24 അല്ലാതെ പൈസ അല്ലാതെ അവര് നമ്മുടെ കയ്യിൽ തന്നില്ല, അവര് നേരിട്ട് വന്ന് ആർക്കൊക്കെ കൊടുക്കാറുണ്ട് 2 മൊബൈൽ മോർച്ചറി, എന്തുവാ പപ്സോ ഇങ്ങനെ നമ്മൾ ഫുഡ് കൊടുത്തിട്ട് അതിന്റെ നമ്മളൊന്നും ബോധമില്ല, നമുക്കൊന്നും ബോധം പോലും ഇല്ല. അവര് വന്ന് അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്നാണ് ആ കടം തീർത്തത്. അല്ല ഞങ്ങളുടെ കയ്യിലോട്ടൊന്നും ഒരു പൈസ 1,50,000 രൂപ 2,00,000 ആരും തന്നിട്ടില്ല. എൻ്റെ അപ്പൻ്റെ അന്ന് കിടക്കുക. പിന്നെ എങ്ങനെ പൈസ മേടിക്കുന്നത്? ഇവരെ ആരെ ബോധിപ്പിക്കേണ്ടത്? ഇതൊക്കെ ആരെ ബോധിപ്പിക്കേണ്ടത്? അത് കഴിഞ്ഞ് ഞങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ട്, അന്ന് മക്കളെ പട്ടിണി കിടത്തിയിട്ടില്ല. പിന്നെയാണ് ഓരോരുത്തരും ലക്ഷ്മി നക്ഷത്രം 1 വർഷം സഹായിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ വലിയ കാര്യമാണ്. ആ മനസ്സിന് ഒരുപാട് വലുതാണ് ലക്ഷ്മി നക്ഷത്രയുടെ മനസ്സിന്, അങ്ങനെ തന്നെ പറയും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുള്ള ഒരു എമൗണ്ടിന്റെ പേരിൽ ഒരു തർക്കം വന്നിട്ടുണ്ടോ? കിട്ടിയില്ലടാ, പൈസ കിട്ടിയില്ല, ഇപ്പോഴും ക്ലെയിം കിട്ടിയിട്ടില്ല. ഇവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണല്ലോ കുറെ ആരെയാ ബോധിപ്പിക്കേണ്ടത്? എന്റെ കുടുംബത്തില് അല്ലെങ്കിൽ ഇവന്റെ കുടുംബത്തിൽ എന്തെങ്കിലും വന്ന ഇവൻ എന്നെ ബോധിപ്പിക്കുമോ? ഈ പറയുന്നവൻ ആരെയാ ബോധിപ്പിക്കേണ്ടത്? കിട്ടിയിട്ടില്ല ഇതുവരെ പൈസ, ക്ലെയിം നടന്നുകൊണ്ടിരിക്കുവാണ്. കിട്ടിയില്ല. അത് കിട്ടിയ വലിയ ആശ്വാസമാണ്. കിട്ടിയില്ലത്. ഈ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്ന ഒരു ടൈമില് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സ്വഭാവം എന്തായിരുന്നു സുധിച്ചേട്ടന്റെ? സ്നേഹമാണ്. വളരെ വലിയൊരു സ്നേഹ മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം. അത് തന്നെയല്ല, നമ്മളെ കൊണ്ടൊന്നും ഒരു ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു. അടുക്കളയിലാണേലും ആളാണ് എപ്പോഴും അടുക്കളയിൽ കിച്ചണിൽ കയറുന്നത്. പിന്നെ ഏറ്റവും ഒരു ഭർത്താവിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സ്വഭാവം കാണിച്ചത്, ഇപ്പൊ സാധാരണ ഒരു ഭാര്യമാർ അങ്ങോട്ട് വിളമ്പി കൊടുക്കണം, അങ്ങോട്ട് കാപ്പി എടുത്ത് കൊടുക്കണം, അതാണ് ഭർത്താക്കന്മാർക്ക് ഇഷ്ടം. ഇത് ഞാൻ അങ്ങോട്ട് വിളമ്പി കൊടുക്കുന്ന ഇഷ്ടമല്ല, പുള്ളി ഇങ്ങോട്ട് വിളമ്പി തരണം. അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവത്തിലുടമയായിരുന്നു. ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്ന വേറൊന്നിനുമല്ല, അദ്ദേഹം എല്ലാവർക്കും അറിയാം ഷൂട്ടൊന്നും ഇല്ലാത്തപ്പോൾ ചെറുതായിട്ട് കഴിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് പലരും പറഞ്ഞു മുഴുകുടിയന് അങ്ങനെ വൃത്തികേടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനകത്തൊന്നും ഒരിക്കലും ഞാൻ യോജിക്കത്തില്ല. എൻ്റെ കൂടെ 7 വർഷം, ഞാൻ അദ്ദേഹത്തിലൂടെ 7 വർഷം ജീവിച്ച ഒരു വ്യക്തിയാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ മരിച്ച് മൺമറഞ്ഞു പോയി. 3 വർഷം മുന്നേ അദ്ദേഹം പോയി, ഇപ്പം ഒന്നുമില്ല. പക്ഷെ ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല. ആണുങ്ങളാണ്, അല്പം മദ്യപിക്കും, അപ്പം അതിൻ്റെ പേര് ചെറുതായിട്ട് ഞാൻ ഉടക്കുമായിരുന്നു. അതല്ലാതെ സൗന്ദര്യപ്പണക്കം അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ നടന്നിരുന്നെങ്കിൽ എന്നേക്ക് പിരിഞ്ഞു പോകായിരുന്നു. മരിക്കുന്നതിൻ്റെ തലേന്ന് വരെ എൻ്റെ കൂടെ അല്ലായിരുന്നു, എൻ്റെ കൂടെ അല്ലേ പോയത്. എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് പോയ മനുഷ്യനല്ലേ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞ് ജീവിച്ചൊന്നും അല്ലല്ലോ. ചേട്ടൻ നമ്മളെ വിട്ട് പോകുന്നതിന് കുറച്ച് മുമ്പ് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഒരുപാട് വാക്കുകൾ. അദ്ദേഹം മുൻകൂട്ടി കണ്ടായിരുന്നു മരണം. ഞാൻ പലപ്പോഴും മുൻകൂട്ടി കാണുമായിരുന്നു. കാരണം ഇദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു, 2 മാസം മുന്നേ ആണ് ഉല്ലാസ് പന്തളം വൈഫ് മരിച്ചത്. അന്ന് എന്നോട് പറഞ്ഞു, വാവട്ടെ നമുക്ക് പോയേ പറ്റത്തുള്ളൂ. ഞാൻ എന്തായിട്ടാ? ഇല്ല, പോകണം. അന്ന് ഞാനുമായിട്ട് പോയി ആ ഡെഡ് ബോഡി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കുഴിയിലോട്ട് ഇങ്ങനെ ആ ഡെഡ് ബോഡി ഇങ്ങനെ എടുത്ത് വെക്കാൻ വന്നപ്പോഴാണ് ഞങ്ങൾ, അയ്യോ സുചേട്ടനെ കാണണമെന്ന് പറഞ്ഞ് സുചേട്ടൻ പുറകിൽ, അയ്യോ സുചേട്ടൻ വരുന്നുണ്ട്, ചേട്ടനെ കണ്ടിട്ടേ വെക്കാവുള്ളൂ. അത് കണ്ട് അന്ന് ഉല്ലാസേട്ടനെ ആശ്വസിപ്പിച്ച് തിരിച്ചു വന്നു. അന്ന് ഉല്ലാസേട്ടൻ വയ്യാണ്ട് ഇതൊക്കെ കുത്തി ഹോസ്പിറ്റലായിരുന്നു, പാവം. കണ്ട് ആശ്വസിപ്പിച്ച് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് സുബി ചേച്ചി മരിക്കുന്നു, സുബി സുരേഷ് ചേച്ചി, സുധിച്ചേട്ടൻ്റെ ക്ലോസ് ഫ്രണ്ട്, അളിയാന്നായിരുന്നു ഇവർ വിളിക്കുന്നത്. അത് സുധിച്ചേട്ടനെ ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷൻ പോലെ ആക്കിയായിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തായിട്ടാ വാവട്ടെ, എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല വാവട്ടാ, എനിക്ക് പറ്റുന്നില്ല മക്കളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടനെ കാണാൻ പോകണം. ഇല്ല വാവട്ടെ, ഞാൻ കാണത്തില്ലെന്ന് പറഞ്ഞു, എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പുള്ളിക്ക് അത്ര ഒരു സെൻസിറ്റീവ് ഹൃദയമാണ് പുള്ളിയുടെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നസെൻ്റേട്ടൻ മരിക്കുന്നത്. എനിക്കെല്ലാം അപ്ഡേറ്റ് ആയിട്ട് അറിയാം, കാരണം ഞാനല്ലേ സൂചിച്ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിങ്ങനെ ഇരുന്ന് കാണുക. അപ്പം ഞാൻ ചോദിച്ചു, എന്തായിട്ടാ ഇത് ശവടക്ക് വീഡിയോ കാണുന്നു? വേണ്ട വാവട്ടെ, ഇവരൊക്കെ ഈ സിനിമാ നടന്മാരും ഇവരുമൊക്കെ മരിക്കുമ്പോൾ ഒരുപാട് പേരിങ്ങനെ കാണാൻ വരുമല്ലേ. ഞാനൊക്കെ മരിക്കുമ്പോൾ ഞാൻ ചേട്ടൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്, ഇങ്ങനൊന്നും പറയല്ലെന്ന് പറഞ്ഞു. ഞാനങ്ങനെ എന്നിട്ട് എന്നോട് പറയും, ആള് ഹിന്ദു പശ്ചാത്തലത്തിലുള്ള ആളാണ്, ഞാൻ ക്രിസ്ത്യൻ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം എന്നോട് ചോദിച്ചു, വാവട്ടെ നിങ്ങളുടെ ബൈബിളിൽ മരിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്, മരിച്ചു കഴിഞ്ഞാൽ വല്ല അറിയുമോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഈ ഒരാഴ്ച ഡിഫറെൻ്റായിട്ട് നടന്ന കാര്യങ്ങളാണ്. ഞാൻ മരിച്ചു, അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ നീ വേറെ കെട്ടുവോ? ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ കെട്ടി നടക്കുവോ ചേട്ടാ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അയ്യോ വാവട്ടെ അങ്ങനെ പറയരുത്, നീ ചെറുപ്പമാണ്, നീ കല്യാണം കഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പെട്ടെന്ന് മാറ്റി പറഞ്ഞു, ഇല്ലില്ല ഞാൻ സഹിക്കത്തില്ല, നീ കെട്ടണ്ട അന്നും പറഞ്ഞ് തമാശ രീതിയിൽ. ഞാനത് തമാശ രീതിയിൽ എടുത്ത് അതങ്ങനെ അങ്ങ് പോയി. മുൻകൂട്ടി കണ്ട ഒരു ഇതായിരുന്നു. മരിക്കുന്നതിൻ്റെ അന്ന് മണിക്കൂറുകൾക്ക് മുന്നേ എന്നെ വിളിച്ച് പൊട്ടിക്കരഞ്ഞു.
അവസാനമായിട്ട് എന്നോട് പറഞ്ഞ വാക്ക് എൻ്റെ ഋതപ്പനെ നോക്കിക്കോണേ വാവുട്ട. വാവുട്ടെ പൊട്ടിക്കരയുക. അപ്പം ഞാൻ എന്താണ് ഇതിനിടയിൽ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? പിന്നെ ഞാൻ അത്ര ചിന്തിച്ചില്ല. കാരണം ഇദ്ദേഹം ഒരു 2 ദിവസം 3 ദിവസമൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പം വീഡിയോ കോൾ ചെയ്ത് കരയുന്ന പതിവാണ്. കാരണം അത്രയുള്ള ആളുടെ മനസ്സ്, ഇച്ചിരി കുഞ്ഞു പിള്ളേരുടെ മനസ്സ്, എനിക്ക് എൻ്റെ വാവുട്ടനെ കാണണം, അല്ലെ എനിക്ക് എൻ്റെ ഋതപ്പനെ കാണും, കിച്ചൂട്ടനെ കാണും, ഇങ്ങനൊരു മനസ്സാണ് ആളുടെ. അതുകൊണ്ട് ഞാൻ എത്ര അസ്വാഭാവികതയായിട്ടോ എനിക്ക് ഒന്നും തോന്നിയില്ല. കാരണം മരണം 4:30 ആക്സിഡൻറ്റ്, അതിന് മണിക്കൂറുകൾക്ക് മുന്നേ തിരിച്ച് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഇറങ്ങുക. അപ്പം വീഡിയോ കോൾ ചെയ്തന്നെ. ഞാൻ പറഞ്ഞു എന്നാ ചേട്ടാ വാവുട്ട എനിക്ക് പല്ലുവേദനയാണ് വാവുട്ട, പല്ലുവേദന ചോദിച്ചു. അയ്യോ അപ്പം നാളെ വന്നു നമുക്ക് പപ്പ അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുക സീരിയസ് ആയി, നമുക്ക് പപ്പായെ കാണണം. കുഞ്ഞിനും സെയിം പല്ലുവേദന, ഋതപ്പനും സെയിം രീതിയിൽ നീര്. അപ്പം എന്നോട് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കാണിക്കണം, കുഞ്ഞിനെ എന്നെയും കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പം വീഡിയോ കോൾ ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിക്കരയാറുള്ളതായി ചുമ്മാ. അപ്പം ഞാൻ ആലോചിച്ച് ഇനി അതായിരിക്കും എന്ന്. പക്ഷെ കരഞ്ഞു. ആ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ എന്നെ വീഡിയോ കോൾ ചെയ്ത് കരഞ്ഞു. അപ്പോഴും ഞാനൊന്നും തോന്നിയില്ല. അപ്പം എന്നോട് പറയാ വാവുട്ടെ എൻ്റെ ഋതപ്പനെ നോക്കിക്കോണേടി വാവുട്ടെ. ഇതാണ് ലാസ്റ്റ് എന്നോട് ജീവനോടെ പറഞ്ഞ വാക്ക്. എൻ്റെ ഋതപ്പനെ നോക്കിക്കോണേടി വാവുട്ടെ. വാവുട്ടെ എന്ന് വിളിക്കുക. ഇത്രയും പറഞ്ഞു.